ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഇത്തരത്തിലുള്ള സ്തോത്രകാവ്യമായ ശ്രീമദ് നാരായണീയം മേൽപുത്തൂർ നാരായണ ഭട്ടതിരി ഭഗവാന് നിവേദിച്ച നറുനവനീതമായ അക്ഷര നൈവേദ്യം. അതിനെയാണ് നമ്മൾ 161 ദിവസത്തിലേക്ക് നാരായണീയ മധുരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീമദ് നാരായണീയം 16 ദശകത്തിൽ 3 ശ്ലോകമാണ് ഇന്ന് വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ശ്ലോകം, അർത്ഥം, ശ്ലോകം, ഭാഷാഗാന ശ്രീഹരിയം. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപസ്സമരാഭിലവ്യൈ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം. ഭവന്തൗ സാഹസ്രവത്സരതപ സമരാഭിലവ്യൈ കവചൈ പരീതം സഹസ്രകവചം ദൈത്യം പര്യായ നിർമ്മിത തപസ്സമരൗ ശിഷ്ടൈകകങ്കടം അമും സലീലം ന്യഹതാം. ഭവന്തൗ സാഹസ്രവത്സര തപ സമരാഭിലവ്യൈ. അവിടുന്ന് തന്നെയായിരിക്കുന്ന ഭവന്തൗ, അവിടുന്ന് തന്നെയായിരിക്കുന്ന നരനാരായണന്മാർ. സാഹസ്രവത്സര തപ, 1000 കൊല്ലത്തെ തപസ്സും അതേപോലെ സമരവും 1000 കൊല്ലത്തെ യുദ്ധവും കൊണ്ട് മുറിക്കാൻ കഴിയുന്ന ഓരോന്നു വീതം കവചൈ പരീതം.
ഓരോ കവചത്തെ മുറുക്കിയ എന്നാണ്. അപ്പോ 1000 പോർച്ചട്ടകൾ അണിഞ്ഞ സഹസ്ര കവചൻ എന്ന അസുരനെ, കവചൈപരീതം സഹസ്ര കവചം ദൈത്യം, പര്യായ നിർമ്മിത തപസ്സമരവും, ഊഴമിട്ട് തപസ്, ഒരാൾ തപസ് ചെയ്യുമ്പോൾ മറ്റേയാൾ യുദ്ധം ചെയ്യും. അദ്ദേഹത്തിന്റെ തപസ് കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് യുദ്ധം ചെയ്യും, മറ്റേയാൾ തപസ് ചെയ്യും. ഇങ്ങനെ ശിഷ്ടൈക കങ്കടം ഒരൊറ്റ പോർച്ചട്ട മാത്രം ബാക്കിയുള്ളവനാക്കി തീർത്ത് ആ അസുരനെ, സഹസ്രകവചനെ അവിടുന്ന് സലീലം ന്യഹതാം, അനായാസേന, ഒരു ലീല എന്നതുപോലെ നിഗ്രഹിച്ചു. സഹസ്രകവചൻ വലിയ ശക്തനായ ഒരു അസുരൻ. അദ്ദേഹത്തിന് 1000 പോർച്ചട്ടകളുണ്ട് അത്രേ. അതുകൊണ്ടാണ് സഹസ്രകവചൻ എന്ന് പേര്. 1000 സംവത്സരം തപസ് ചെയ്ത് സമ്പാദിച്ച ദിവ്യശക്തി കൊണ്ട് ഒരു പോർച്ചട്ട മുറിക്കാനായിട്ട് സാധിക്കും. അപ്പോ 1000 വർഷം തപസ് ചെയ്യുക, അടുത്ത 1000 വർഷം കൊണ്ട് ഒരു പോർച്ചട്ട മുറിക്കുക, ആ സമയത്ത് മറ്റേയാൾ തപസ് ചെയ്യുക, വീണ്ടും വന്ന് പോർച്ചട്ട മുറിക്കുക. ഇങ്ങനെ 999 1000 വർഷങ്ങളെ കൊണ്ട്, അല്ലേ? അത്രയും. അങ്ങനെ ഒരു കവചം മാത്രമാക്കി നിഗ്രഹിച്ചു എന്നാണ്. ആ ഒരു കവചം മാത്രമുള്ള സഹസ്ര കവചനാണത്രേ പിന്നീട് കുന്തിപുത്രനായി രാധയുടെയും അതിരഥന്റെയും ഗൃഹത്തിൽ വളർന്ന സൂര്യപുത്രനായ കർണൻ എന്ന് പറയുന്നു. സഹസ്രകവചനെ നിഗ്രഹിക്കുന്ന കഥ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. ഇത് ഭാരതത്തിൽ നിന്ന്, മഹാഭാരതത്തിൽ നിന്നും പട്ടേരിപ്പാട് കൈക്കൊണ്ടതാണ്. ഇവിടെ നരനാരായണന്മാരുടെ വീര്യവും തപശക്തിയും കാണിക്കാൻ ആ കഥ ഇവിടെ ഉപയോഗിച്ചു എന്ന് പറയുന്നു. ആ ശ്ലോകം നമുക്കൊരിക്കൽ കൂടി ചൊല്ലാം. പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇവിടെ ദുഷ്ടാനുഗ്രഹം കഴിഞ്ഞു. ഇനി ശിഷ്ടാനുഗ്രഹം എങ്ങനെയുണ്ടായത് എന്നൊക്കെയാണ് അടുത്ത ശ്ലോകങ്ങളിൽ കേൾക്കുക. ഇപ്പോ ശ്ലോകം ചൊല്ലി ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈ പര്യായ നിർമ്മിത തപസ്സമരോ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം. നാരായണ 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 നരനാരായണന്മാരാം വായുപുരേശ. നരനാരായണന്മാരോ അവിടുന്നു തന്നെയല്ലോ മഹാതേജസ്വികളായ ശക്തിശാലികൾ. സഹസ്രകവചനെന്ന അത്യുഗ്രനാമസൂരനെ നിഷ്പ്രയാസം നിഗ്രഹവും നടത്തിയിടിനാൻ. നാരായണ 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 നരനാരായണന്മാരാം ഗുരുവാദേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.